വളരെ നല്ല സിനിമയാണ്. സുരേഷ് ഗോപിയുടെ അഭിനയത്തെ പറ്റി നന്നായിട്ടുണ്ട്, സിനിമ നന്നായിട്ടുണ്ട്. കാരണം കുറെ കാലഘട്ടത്തിന് ശേഷം സുരേഷ് ഗോപി ഒരു പടം വീണ്ടും തിയേറ്ററിലേക്ക് നീണ്ട രീതിയിൽ ഓടും. കഥ എങ്ങനെയാണ്? ഒരു കഥയെ പറ്റി നല്ല സമൂഹത്തോട് നീതി പുലർത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു തീമാണ് ഇത് പറഞ്ഞേക്കുന്നത്. വളരെ നല്ല പടം. നല്ല പടം, നന്നായിട്ടുണ്ട്. ഏറ്റവും എടുത്തു പറയേണ്ട സ്റ്റോറിയിലാണ്. വളരെ ശക്തമായ ഒരു സ്റ്റോറി അവർ ആ സീരിയസ്നെസ്സോടുകൂടി പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നാൾക്ക് ശേഷം സുരേഷ് ഗോപിയിൽ നിന്ന് നല്ലൊരു ഒരു പെർഫോമൻസ് കിട്ടി. കാരണം പുള്ളി വിൻറ്റേജ് കാലഘട്ടത്തിൽ പുള്ളി പറയുന്ന കുറേ പഞ്ച് ഡയലോഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ആ ഒരു സുരേഷ് ഗോപിയെ കാണാൻ കഴിയും. നന്നായിട്ടുണ്ട്. പുള്ളി തന്നെയാണ് ഏറ്റവും അടിപൊളി. ബാക്കിയുള്ളവരൊക്കെ ഓക്കെ ആണെങ്കിലും പുള്ളിയുടെ പെർഫോമൻസ് ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഓവറോൾ നല്ല പടം. നല്ല സിനിമയാണ്. നമുക്ക് കോടതിയുടെ വ്യത്യസ്തമായ ഒരു സമീപനമാണ് നമ്മളിതുവരെ കണ്ടിട്ടും കേട്ടിട്ടില്ലാത്തതും. പിന്നെ നമ്മൾ മനസ്സുകൊണ്ട് അംഗീകരിക്കുമോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയുള്ള ഒരു വ്യത്യസ്തമായ ഒരു സമീപനം വരും കാലങ്ങളിൽ ചിലപ്പോൾ ഇനി അത് ഒരുപാട് നടപ്പിലാകും എന്നുള്ളതാണ്. വ്യത്യസ്തമായി എനിക്ക് തോന്നുന്നത് ഒരു സുരേഷ് ഗോപി ഫിലിം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒത്തിരി പേര് ഈക്വൽ ഇമ്പോർട്ടൻസിൽ ഉണ്ട്. എന്നാലും സുരേഷ് ഗോപി ഉള്ളത് അത്രയും അടിപൊളിയായിട്ടുണ്ട്. പൊതുവേ നല്ലൊരു ഫിലിമാണ്. നമ്മൾ കാണണം. നല്ല ഫിലിമാണ്. നല്ല പടമാണ്. സൂപ്പർ. കുറേ കാലത്തിന് ശേഷമാണ് ഒരു സുരേഷ് ഗോപി പടം തിയേറ്ററിൽ വളരെ ഒരു ഫുൾ ഓഡിയൻസ് ആംബിയൻസോടെ കാണുന്നത്. മികച്ച കഥയുമാണ്. അതിലുപരി സുരേഷ് ഗോപിയുടെ മികച്ച അഭിനയവുമാണ്. വളരെ സാമൂഹിക പ്രതിബന്ധമുള്ള ഒരു സിനിമയാണ്. എല്ലാവരും തിയേറ്ററിൽ നിന്ന് കാണേണ്ട ഒരു പടം തന്നെയാണ്. കാരണം കോടതിയിൽ നല്ല വിവാദമായ ഒരു കുറച്ച് കഥയും കൂടെ ആയതുകൊണ്ട് അപ്പം അതിനെപ്പറ്റി ഇപ്പം പടം കണ്ടതിന് ശേഷം എന്തെങ്കിലും വിവാദമാവാനുള്ള സാധ്യത പടത്തിലുണ്ട്? ഇത് സമൂഹത്തിൻ്റെ ഇടയിൽ വളരെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. വെറും വിഷയമെന്നല്ല, തീവ്രമായിട്ടുള്ളൊരു വിഷയമാണ്. അപ്പോൾ അതിനെ എന്തായാലും ജനങ്ങൾ ആ രീതിയിൽ കാണുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഓവറോൾ എന്ന പടത്തിനെ പറ്റി എന്താണ്? ഒരു ഗംഭീര സിനിമ തന്നെയാണ്. എല്ലാവരും ഉറപ്പായിട്ടും തിയേറ്ററിൽ നിന്ന് അതെ, എബോ ആവറേജ് സിനിമയാണ്. നല്ല മെസ്സേജുള്ള ഒരുപാട് സന്തോഷമായി. നല്ല സിനിമ, നല്ലത്. നന്നായിട്ടുണ്ടായിരുന്നു. കുറ്റം ചെയ്യാതെ തെറ്റ് ചെയ്യാതെ ശിക്ഷ അനുഭവിക്കുന്ന പെൺകുട്ടികൾക്ക് ഇതേപോലെയുള്ള കോടതി നീതി നടപ്പാക്കുന്നത് നല്ലൊരു അനുഭവം തന്നെയായിരുന്നു. ഒരു സന്ദേശം ശരിക്കും ഇതിൽ കൂടെ നൽകുന്നുണ്ട്. അതായത് പലപ്പോഴും നമ്മുടെ കോടതികളിൽ ചെല്ലുന്ന സമയത്ത് തെളിവുകളുടെ അഭാവത്തിൽ പല കേസുകളിലും ശിക്ഷിക്കപ്പെടാതെ പോകുന്നുണ്ട്. അപ്പോൾ ഇരകൾ മാത്രമാണ് അതിന് അനുഭവിക്കേണ്ടി വരുന്നത്. നീതി ലഭിച്ചില്ല, കോടതിയെ കുറ്റം പറഞ്ഞുകൊണ്ടൊക്കെ നമ്മൾ ജീവിക്കണം. നമ്മുടെ നീതിന്യായ വ്യവസ്ഥയോട് പോലും നമുക്കൊരു വിരോധം തോന്നും. അപ്പോൾ അതിൻ്റെ അല്ല ചെയ്യേണ്ടത്. എന്താണെന്നുള്ള ഒരു ചെറിയ ഒരു ലിങ്ക് ഈ സിനിമയിലൂടെ നമുക്കൊരു സന്ദേശമായിട്ട് കിട്ടുന്നുണ്ട്. വളരെ നല്ല സിനിമയാണ്. സുരേഷ് ഗോപിയൊക്കെ വളരെ നന്നായിട്ടുണ്ട്. നല്ല ഒരു അഡ്വക്കേറ്റായിട്ട് അത് നന്നായിട്ട് ശോഭിച്ചിട്ടുണ്ട്. അതേപോലെ ഒരു കുറ്റാന്വേഷണ സിനിമ കാണുന്ന പോലെ തന്നെ നല്ല ഒരു സ്ക്രിപ്റ്റാണ് അതിൽ കണ്ടിരിക്കുന്നത്. ഓരോന്നായിട്ട് ഇങ്ങനെ തെളിയിച്ചു വരുന്നതൊക്കെ വളരെ നന്നായിട്ടുണ്ട്. എല്ലാവരും കാണേണ്ട ഒരു സിനിമയാണ്.